3000 കൊല്ലമാ മോളെ കത്തിച്ചത്. 3000 കൊല്ലമാണ് ആ നരകത്തെ കത്തിച്ചത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നീ കരയാൻ പറഞ്ഞത്. സീരിയല് കണ്ടിട്ടല്ല, സിനിമ കണ്ടിട്ടല്ല, മരണ വീട്ടിൽ പോയിട്ടല്ല, രോഗിയുടെ ചാരത്ത് പോയിട്ടല്ല, ജീവിതത്തിൽ ദുഃഖം വരുമ്പോഴല്ല. പടച്ചറപ്പേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ആ പാപങ്ങളെ ഓർത്തിട്ടു, ആ നരകത്തെ ഓർത്തിട്ടു, അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ടു നിനക്കൊന്ന് കരയാൻ കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ, ഇസ്രാഉം മിഅ്റാജും നടത്തിയ രാത്രിയിൽ നബി തങ്ങൾ കടന്നു പോവുകയാണ്. ആകാശത്തിന്റെ ഓരോ കവാടങ്ങളെ കടക്കുമ്പോ മലക്കുകൾ സ്വീകരിക്കുകയാണ്, പ്രവാചകന്മാരെ കാണുകയാണ്. എല്ലാവരും നബി തങ്ങളെ സ്വീകരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത സന്തോഷമാണ്. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബി എല്ലാവരും സ്വീകരിച്ച് ആകാശത്തിന്റെ കവാടങ്ങൾ കടന്ന് റസൂലുള്ളാഹി തങ്ങൾ പോകുമ്പോ ഒരു മലക്കിനെ കാണുകയാ. ആ മലക്ക് തല ഉയർത്തുന്നില്ല, ആ മലക്ക് മുഖം ഇങ്ങനെ നോക്കുന്നില്ല, ആ മലക്ക് ചിരിക്കുന്നില്ല, തലതാട്ടി പിടിച്ചിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. ജിബ്രീലേ, ആരാണ് ജിബ്രീൽ? ആ മലക്കാരാണ് ജിബ്രീൽ? എന്നെ നോക്കുന്നില്ലല്ലോ, ഒന്ന് ചിരിക്കുന്നില്ലല്ലോ, ഒരു സന്തോഷവും കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അത് മാലിക്കാം നബിയേ, അത് മാലിക്കാണ് നബിയേ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കാണ്. ആ മലക്ക് ചിരിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, കഴിയുന്നില്ല നബിയേ, ചിരിക്കാൻ കഴിയുന്നില്ല നബിയേ. കാരണം ഞാൻ നരകമൊന്ന് കണ്ടുപോയി. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ആ ഭയാനകമായ നരകം ഞാൻ കണ്ടുപോയി നബിയേ. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ എന്റെ മുഖത്ത് ചിരി വരില്ല നബിയേ, എനിക്ക് സന്തോഷം വരില്ല നബിയേ. ആ മലക്ക് ചിരിക്കാതിരിക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ നരകമൊന്ന് കണ്ടുപോയതാ. അതുകൊണ്ട് വാപ്പാ, കരയണേ വാപ്പാ, ദുആ ചെയ്യുന്ന സമയത്ത് കരയണേ. അല്ലാഹു